ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബേസൽ ന്യൂക്ലിയനെ പറ്റി നോക്കാം. ബേസൽ ന്യൂക്ലിയനെ പൊതുവേ നമ്മൾ ബേസൽ ന്യൂക്ലിയൈ, ബേസൽ ഗാംഗ്ലിയ എന്നെല്ലാം പറയാറുണ്ട്. ബേസിക്കലി ന്യൂക്ലിയൈ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്തുള്ള സെൽ ബോഡീസിനെയാണ്, നമ്മുടെ ന്യൂറോൺസിന്റെ സെൽ ബോഡീസിനെയാണ് നമ്മൾ ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. അപ്പോൾ ബേസൽ ന്യൂക്ലിയൈ എന്ന് പറയുമ്പോൾ എന്തുവാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇതെന്ന് പറയുന്നത് നമ്മളുടെ സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മളെ സബ് കോർട്ടിക്കൽ ഇൻട്രാ സെറിബ്രൽ മാസസ് ഓഫ് ഗ്രേ മാറ്റർ. അതായത് നമ്മളെ ഗ്രേ മാറ്റർ നമ്മളെ സെറിബ്രത്തിനകത്ത് കോർട്ടെക്സിന് താഴെയായിട്ട് കാണപ്പെടുന്ന ഗ്രേ മാറ്റർ, അതിനെ പറയുന്ന പേരാണ് ബേസൽ ന്യൂക്ലിയൈ. അപ്പോൾ നമുക്കിത് ആലോചിക്കാൻ വേണ്ടി ബേസിൽ, അതായത് നമ്മളെ കോർട്ടെക്സിന്റെ ബേസിൽ കാണപ്പെടുന്ന ന്യൂക്ലിയൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രേ മാറ്റർ, അതിനെ പറയുന്ന പേരാണ് ബേസൽ ന്യൂക്ലിയൈ. ഇതൊരു എക്സ്ട്രാ പിരമിഡൽ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടാണ് പറയപ്പെടുന്നത്. പിന്നെ അടുത്തതാണ് ഇതിന്റെ പാർട്സ്. ഇതിന് മെയിൻ ആയിട്ട് 3 പാർട്സ് ആണ് ഉള്ളത്: കോർപ്പസ് സ്ട്രൈറ്റം, അമിഗ്ഡലോയിഡ് ബോഡി ആൻഡ് ക്ലോസ്ട്രം. കോർപ്പസ് സ്ട്രൈറ്റത്തിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: കോഡേറ്റ് ന്യൂക്ലിയസും ലെൻഡിഫോം ന്യൂക്ലിയസും. ലെൻഡിഫോം ന്യൂക്ലിയസിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും: ഗ്ലോബസ് പല്ലിഡസ് ആൻഡ് പുട്ടാമൻ. അപ്പോൾ മെയിൻ ആയിട്ട് ഈ കോർപ്പസ് സ്ട്രൈറ്റമാണ് നമ്മളെ മെയിൻ ആള്. അയാൾക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: കോഡേറ്റ് ന്യൂക്ലിയസും ലെൻഡിഫോം ന്യൂക്ലിയസും. ലെൻഡിഫോമിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഗ്ലോബസ് പല്ലിഡസും പുട്ടാമനും. പിന്നെ ഉള്ള രണ്ടുപേര് അമിഗ്ഡലോയിഡ് ബോഡിയും ക്ലോസ്ട്രോവും. ആദ്യം നമുക്ക് കോർപ്പസ് സ്ട്രൈറ്റത്തിനെ പറ്റി നോക്കാം. കോർപ്പസ് സ്ട്രൈറ്റത്തിനകത്ത് നമ്മൾ പറഞ്ഞു കോഡേറ്റ് ന്യൂക്ലിയസും ലെൻഡിഫോം ന്യൂക്ലിയസും അടങ്ങുന്നതാണ് കോർപ്പസ് സ്ട്രൈറ്റം. അപ്പോൾ നമ്മൾ ആദ്യം കോഡേറ്റ് ന്യൂക്ലിയസിനെ പറ്റി എഴുതണം. കോഡേറ്റ് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോമ ഷേപ്ഡ് ന്യൂക്ലിയസ് ആണ്. ഈ കോൺകേവിറ്റിക്കകത്ത് നമ്മളുടെ തലാമസും ഇന്റേണൽ ക്യാപ്സ്യൂളും ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് 3 പാർട്സ് ഉണ്ട്: ഒരു ഹെഡ് ഉണ്ട്, ബോഡി ഉണ്ട്, ടെയിലുണ്ട്. ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ലാറ്ററൽ വെൻട്രിക്കിൾസിന്റെ ആന്റീരിയർ ഹോൺ ആണുള്ളത്. ലാറ്ററൽ വെൻട്രിക്കിൾസിന്റെ ആന്റീരിയർ ഹോണിന്റെ ഫ്ലോർ. പിന്നെ നമ്മളുടെ ആന്റീരിയർ ലിംബ് ഓഫ് ഇന്റേണൽ ക്യാപ്സ്യൂളിന്റെ മീഡിയൽ വാൾ, അല്ലെങ്കിൽ ഇത്ര ആലോചിച്ചാൽ മതി: ലാറ്ററൽ വെൻട്രിക്കിളിന്റെ ഫ്ലോർ, ആന്റീരിയർ ഹോൺ ഓഫ് ലാറ്ററൽ വെൻട്രിക്കിളും പിന്നെ ആന്റീരിയർ ലിംബ് ഓഫ് ഇന്റേണൽ ക്യാപ്സ്യൂളും. ഇത് ഇത്രയാണ് കീ വേർഡ്സ് ആയിട്ട് ആലോചിക്കേണ്ടത് ഹെഡിലുള്ളത്. ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ലാറ്ററൽ വെൻട്രിക്കിൾസിന്റെ ഫ്ലോർ ഓഫ് ദി സെൻട്രൽ പാർട്ട്. ഇവിടെ ഫ്ലോർ ഓഫ് ആന്റീരിയർ ഹോൺ ആയിരുന്നു, ഇവിടെ ഫ്ലോർ ഓഫ് സെൻട്രൽ പാർട്ട്. പിന്നെ പോസ്റ്റീരിയർ ലിംബ് ഓഫ് ഇന്റേണൽ ക്യാപ്സ്യൂൾ, ഇവിടെ പോസ്റ്റീരിയർ ലിംബ്, ഇവിടെ ആന്റീരിയർ ലിംബ്. ടെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഫീരിയർ ഹോൺ ഓഫ് ലാറ്ററൽ വെൻട്രിക്കിൾ. ഇവിടെ ഇത്രയും പറഞ്ഞത് ഫ്ലോർ ഓഫ് ആന്റീരിയർ ഹോൺ ഓഫ് ലാറ്ററൽ വെൻട്രിക്കിൾ, ഫ്ലോർ ഓഫ് സെൻട്രൽ പാർട്ട് ഓഫ് ലാറ്ററൽ വെൻട്രിക്കിൾ, റൂഫ് ഓഫ് ഇൻഫീരിയർ ഹോൺ ഓഫ് ലാറ്ററൽ വെൻട്രിക്കിൾ. പിന്നെ ഇന്റേണൽ ക്യാപ്സ്യൂൾ വരുന്നത് ഹെഡിലും ബോഡിയിലുമാണ്. ഹെഡിലാണെങ്കിൽ ആന്റീരിയർ ലിംബ്, ബോഡിയിലാണെങ്കിൽ പോസ്റ്റീരിയർ ലിംബ്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മളുടെ ഇന്റേണൽ ക്യാപ്സ്യൂള്. ഇതിനകത്ത് തന്നെ ഹെഡ് ഓഫ് ദി കോഡേറ്റ് ന്യൂക്ലിയസ് ആണ് ഈ കാണപ്പെടുന്ന സ്ട്രക്ചർ. ഇവിടെ നമുക്ക് തലാമസ് ഉണ്ട്. ഇത് രണ്ടുമാണ് ബാക്കിയുള്ള നമ്മളുടെ ഗ്ലോബസ് പല്ലിഡസ്, പുട്ടാമനും ക്ലോസ്ട്രോ ആണ് ഈ ഇരിക്കുന്നത്. അടുത്തതാണ് ലെൻഡിഫോം ന്യൂക്ലിയസ്. ലെൻഡിഫോം എന്ന വാക്ക് ലെൻസ് എന്ന് ആലോചിച്ചാൽ മതി. അപ്പം ലെൻസ് ഷേപ്ഡ് ന്യൂക്ലിയസ്. നമ്മളെ കോഡേറ്റ് ന്യൂക്ലിയസ് ആയിരുന്നെങ്കിൽ കോമ ഷേപ്ഡ് ആയിരുന്നു, ലെൻഡിഫോം ന്യൂക്ലിയസ് ലെൻസ് ഷേപ്ഡ് ആയിരിക്കും. ഇതാണ് നമ്മളുടെ ഇന്റേണൽ ക്യാപ്സ്യൂളിന്റെ ലാറ്ററൽ ബൗണ്ടറി ഫോം ചെയ്യുന്നത്. അപ്പോൾ ലെൻഡിഫോം ന്യൂക്ലിയസ്, ലെൻസ് ഷേപ്ഡ്, ലാറ്ററൽ ബൗണ്ടറി ഓഫ് ഇന്റേണൽ ക്യാപ്സ്യൂൾ. ഇതിന് 3 സർഫസ് ഉണ്ട്: ലാറ്ററൽ, മീഡിയൽ, ഇൻഫീരിയർ. ഇനി പറയുന്നത് നമ്മളെ കോർപ്പസ് സ്ട്രൈറ്റസിന്റെ കണക്ഷൻസ് എങ്ങോട്ടൊക്കെയാണെന്നുള്ളതാണ്. ആദ്യമേ നമ്മളുടെ കോർട്ടെക്സിലോട്ട്, സെറിബ്രൽ കോർട്ടെക്സിലോട്ട് ഒരു കണക്ഷൻ ഉണ്ട്, തലാമസിലോട്ടുണ്ട്, സബ്സ്റ്റാൻഷ്യ നൈഗ്ര ആൻഡ് സബ്തലാമിക് ന്യൂക്ലിയൈ. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി: കോർട്ടെക്സ്, തലാമസ്, സബ്സ്റ്റാൻഷ്യ നൈഗ്ര, സബ്തലാമിക് ന്യൂക്ലിയൈ. 4 സ്ട്രക്ചറിലോട്ടാണ് നമ്മളെ കോർപ്പസ് സ്ട്രൈറ്റത്തിന് കണക്ഷൻസ് ഉള്ളത്. ഇനി അടുത്ത ഇതിന്റെ ഫംഗ്ഷൻസ് വരുമ്പോഴെന്ന് പറയുമ്പം ഇത് നമ്മളെ മസിൽ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഓട്ടോമേറ്റഡ് അസോസിയേറ്റഡ് മൂവ്മെന്റ്സ്, അതായത് നമ്മളിപ്പോൾ നടക്കുമ്പോൾ നമ്മൾ കൈ വീശി നടക്കുന്നത്, ഇങ്ങനെയുള്ള ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന മൂവ്മെന്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ കോർപ്പസ് സ്ട്രൈറ്റം ആയിരിക്കും. പിന്നെ നമ്മളെ കൊഗ്നീഷനിൽ ഇതിനൊരു ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ ലേൺഡ് പാറ്റേൺസ് ഓഫ് മൂവ്മെന്റ്, നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ലേൺ ചെയ്യുവാണ്, ഇപ്പോൾ എന്തെങ്കിലും സൈക്കിൾ ചവിട്ടാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ലേൺ ചെയ്യുമ്പം അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതും നമ്മുടെ കോർപ്പസ് സ്ട്രൈറ്റം ആയിരിക്കും. പിന്നെ കൺട്രോൾ ഓഫ് ദി മൂവ്മെന്റ്, അതായത് പ്ലാൻ ചെയ്യാൻ, എക്സിക്യൂഷൻ ചെയ്യാൻ. നമ്മളൊരു മൂവ്മെന്റിനെ പ്ലാൻ ചെയ്യുന്നു, അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പം ഒരു ബോൾ വരുമ്പോൾ നമ്മൾ ഹിറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരു ബോൾ വരുമ്പോൾ നമ്മൾ അടിക്കുകയാണ്. അപ്പോൾ ആ മൂവ്മെന്റിനെ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത് കോർപ്പസ് സ്ട്രൈറ്റം ആയിരിക്കും. പിന്നെ മോട്ടോർ കമാൻഡ്സിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അപ്പം സ്പീഡ് കൂട്ടി ഓടുന്നു, സ്പീഡ് കുറച്ച് ഓടുന്നു, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു, തല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കോർപ്പസ് സ്ട്രൈറ്റം ആയിരിക്കും ചെയ്യുന്നത്.
അടുത്തതാണ് നെക്സ്റ്റ് പാർട്ട്, രണ്ടാമത്തെ പാർട്ട് അമിഗ്ഡലോയിഡ് ബോഡി. നമ്മൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നത് കോർപ്പസ് സ്ട്രൈറ്റ് ആയിരുന്നു. അതിനകത്ത് കോഡേറ്റ് ന്യൂക്ലിയസും ലെൻറ്റിഫോം ന്യൂക്ലിയസും. കോഡേറ്റ് നമ്മൾ പറഞ്ഞു മറ്റേ കോമ ഷേപ്പിലാണുള്ളത്, അതിന് ഹെഡ് ബോഡി ടെയിലെല്ലാം ഉണ്ട്. ലെൻറ്റിഫോം ന്യൂക്ലിയസ് ലെൻസ് ഷേപ്ഡ് ആയിരുന്നു, ലാറ്ററൽ ബൗണ്ടറി ഓഫ് ഇന്റേണൽ ക്യാപ്സ്യൂൾ, അതിന് 3 പാർട്ടുണ്ട്, ലാറ്ററൽ, മീഡിയൽ, ഇൻഫീരിയർ. പിന്നെ അതിൻ്റെ കണക്ഷൻസും ഫംഗ്ഷൻസും പറഞ്ഞു. അപ്പോൾ നമ്മളുടെ കോർപ്പസ് സ്ട്രൈറ്റും കഴിഞ്ഞു. അടുത്തതാണ് അമിഗ്ഡലോയിഡ് ബോഡി. ഇത് നമ്മുടെ ടെമ്പറൽ ലോബിനടുത്തുള്ള മാസ് ഓഫ് ന്യൂക്ലിയസ്, അതായത് നമ്മളെ ന്യൂക്ലിയസ് മാസ് തന്നെയാണ്, പക്ഷെ അത് ടെമ്പറൽ ലോബിനടുത്ത് വരുന്നതാണ് അമിഗ്ഡലോയിഡ് ബോഡി. ആൻഡ്രോ സുപ്പീരിയർ ടു ഇൻഫീരിയർ ഹോൺ ഓഫ് ലാറ്ററൽ വെൻട്രിക്കിൾ. നമ്മളെ ലാറ്ററൽ വെൻട്രിക്കിളിന്റെ ഇൻഫീരിയർ ഹോണിന്റെ അടുത്ത് തന്നെയാണ് അമിഗ്ഡലോയിഡ് ബോഡീനെ കാണപ്പെടുന്നത്. ഇത് നമ്മളുടെ കോഡേറ്റ് ന്യൂക്ലിയസിന്റെ ടെയിലുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. അതായത് ടെയിൽ വന്നിട്ട് കോഡേറ്റ് ന്യൂക്ലിയസിന്റെ ടെയിൽ സി ഷേപ്പിൽ ടെയിൽ വന്നിട്ട് അതിന് കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മുടെ അമിഗ്ഡലോയിഡ് ബോഡി പോകുന്നത്. പിന്നെ ഇതിന് അഫറൻറ്റും ഇഫറൻറ്റും ഉണ്ട്. അഫറൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു സ്ട്രക്ചറിലോട്ട് വരുന്ന ആളാണ് അഫറൻറ്റ്, ആ സ്ട്രക്ചറിൽ നിന്ന് പോകുന്ന ആളായിരിക്കും ഇഫറൻറ്റ്. അപ്പം എ ആയിരിക്കും എപ്പോഴും വരുന്നത്, ഇ ആയിരിക്കും എപ്പോഴും പോകുന്നത്. എക്സിറ്റ് ആലോചിച്ചാൽ മതി, ഇഫറൻറ്റ്. അപ്പം അഫറൻറ്റ് എന്ന് പറയുമ്പോൾ ഓൾ ഫാക്ടറി ട്രാക്ട്, നമ്മളുടെ സ്മെല്ലിൻ്റെ ട്രാക്റ്റാണ്. അപ്പോൾ ഓൾ ഫാക്ടറി ട്രാക്റ്റിൽ നിന്ന് അഫറൻസ് അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇഫറൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ സ്ട്രയാ ടെർമിനാലിസ് ഫോം ചെയ്യുന്നത് നമ്മളുടെ അമിഗ്ഡലോയിഡ് ബോഡിക്കകത്തു നിന്നാണ്. അടുത്ത ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് ഇമോഷണൽ കൺട്രോൾസ് ആണ്. അതായത് നമ്മുടെ ഫിയർ, ആങ്കർ ഇതുപോലുള്ള ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഇത് നമ്മളെ ലിംബിക് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്. അടുത്ത ക്ലോസ്ട്രം. ക്ലോസ്ട്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സോസർ ഷേപ്ഡ് ന്യൂക്ലിയസ് ആണ്. ഇത് നമ്മുടെ പുട്ടാമൻ്റെയും ഇൻസുലയുടെയും ഇടയ്ക്കുള്ള സ്പേസിലാണ് കാണപ്പെടുന്നത്. ഇത് നമ്മളുടെ ആൻറ്റീരിയർ പെർഫറേറ്റഡ് സബ്സ്റ്റൻസുമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇൻഫീരിയറിൽ, അതായത് താഴത്തേക്ക് ആൻറ്റീരിയർ പെർഫറേറ്റഡ് സബ്സ്റ്റൻസുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫിഗർ. ഇതിനകത്ത് നമ്മൾ ഈ ഒരു പടം വരയ്ക്കാൻ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ഈ ഒരു സ്ട്രക്ചർ, പിന്നെ അതിന് ഇപ്പുറത്ത് ഈ ഒരു സ്ട്രക്ചർ വരയ്ക്കണം. എന്നിട്ട് നമ്മൾ പിന്നെ ഈ ഒരു ഇതിനാണ് നമ്മൾ ഇൻറ്റേർണൽ ക്യാപ്സ്യൂളിനെ വേണം വരയ്ക്കാൻ. അതായത് ഇങ്ങനെ ചെറുതായിട്ടൊരു ലൈൻ ഇട്ട് ഇൻറ്റേർണൽ ക്യാപ്സ്യൂളിനെ വരച്ച് ഇതിന് മുകളിൽ ഹെഡ് ഓഫ് കോഡേറ്റ് ന്യൂക്ലിയസിനും പിന്നെ ഇവിടെ നമ്മൾ തലാമസിനെ വരയ്ക്കണം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കഴിഞ്ഞാൽ ഈ പടം റെഡിയാവും. ഇത് നമ്മളെ ഹെഡ് ഓഫ് കോഡേറ്റ് ന്യൂക്ലിയസും ഇത് തലാമസ്, ഇതിനകത്ത് ഈ പാർട്ട് ഇത് ഗ്ലോബസ് പല്ലിഡസും ഇത് പുട്ടാമനും, പിന്നെ ഇതാണ് ക്ലോസ്ട്രായിട്ട് വരുന്നത്. പിന്നെ അടുത്തതാണ് ഈ ഫിഗർ. ഈ ഫിഗറിനകത്ത് നമ്മൾ വരയ്ക്കുന്ന ഇവിടെ കോഡേറ്റ് ന്യൂക്ലിയസ്, ഇതാണ് മറ്റേ കോമ ഷേപ്ഡ് ആണെന്ന് പറഞ്ഞ കോഡേറ്റ് ന്യൂക്ലിയസ്, അതിന് ഏറ്റവും അടിയിലായിട്ട് അമിഗ്ഡലോയിഡ് ബോഡി ഉണ്ട്. ഇതാണ് നമ്മളെ ലാറ്ററൽ വെൻട്രിക്കിൾ. അപ്പോൾ ലാറ്ററൽ വെൻട്രിക്കിൾ ഇത് പോസ്റ്റീരിയർ ഹോൺ, ഇത് ഇൻഫീരിയർ ഹോൺ, അപ്പോൾ ഇത് ആൻറ്റീരിയർ ഹോൺ. അപ്പോൾ ഈ ഒരു പടം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബോർഡേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഹെഡ്, ടെയിൽ എല്ലാം എഴുതാൻ പറ്റും. അതിൻ്റെ റിലേഷൻസ് എല്ലാം ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഇവിടെയാണ് തലാമസ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹെഡ്, ബോഡി, ടെയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ആൻറ്റീരിയർ ഹോണിൻ്റെ ഫ്ലോർ ആണെന്ന് പറഞ്ഞതാണ്ട്. ഇതാണ് നമ്മളെ ഹെഡ്, ഇതാണ് ഫ്ലോർ. അപ്പോൾ ആൻറ്റീരിയർ ഹോണിൻ്റെ ഫ്ലോർ ആണ് ഹെഡിൻ്റെ അടുത്ത് വരുന്നത്. പിന്നെ അടുത്ത നമ്മൾ പറഞ്ഞാണ് ബോഡിയിൽ നമ്മൾ പോസ്റ്റീരിയർ ഹോൺ, അപ്പോൾ പോസ്റ്റീരിയർ ഹോണിൻ്റെ പാർട്സ് അതിൻ്റെ ഫ്ലോർ ആയിരിക്കും നമ്മുടെ ബോഡിയുടെ അടുത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടെയിലിൻ്റെ അടുത്താണ്ട് ഇൻഫീരിയർ ഹോൺ ഓഫ് ലാറ്ററൽ വെൻട്രിക്കിൾ ആയിരിക്കും നമ്മുടെ ടെയിലിൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു പടം വെച്ച് നമുക്ക് ആലോചിച്ച് എഴുതാവുന്നേ ഉള്ളൂ. കോഡേറ്റ് ന്യൂക്ലിയസിനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പടം വരച്ച് ഈ ഒരു സാധനം മാത്രം വരച്ചാൽ മതി. ഇതൊന്നും വരച്ചില്ലെങ്കിലും പിന്നെ ഈ തലാമസും വരയ്ക്കണം. അതായത് ഇതുപോലൊരു പടം വരച്ച് ഈ ഒരു പടവും ഇതിനകത്തൊരു തലാമസും ഈ ഒരു വെൻട്രിക്കിൾ മാത്രം വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻ മൊത്തം ഇതിനകത്ത് നിന്ന് എഴുതാൻ പറ്റും. ഇത് ഹെഡ്, ഇത് ബോഡി, ഇത് ടെയിൽ, ഇത് നമ്മുടെ ആൻറ്റീരിയർ ഹോൺ, ഇത് പോസ്റ്റീരിയർ ഹോൺ, ഇത് ഇൻഫീരിയർ ഹോൺ, ലാറ്ററൽ വെൻട്രിക്കിൾ. അപ്പോൾ ഈ ഒരു പടത്തിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് അടുത്ത ഒരു പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.